ഒരു ഒരു പെൻസിൽ പോലും അതിൻ്റെ ലക്ഷ്യം കൊണ്ട് നമ്മുടെ മുമ്പിൽ മാതൃകയാണ്. ആ പെൻസിലിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, എഴുതുക, എഴുതിക്കൊണ്ടേയിരിക്കുക. പക്ഷേ അതിന് എന്തും എഴുതാം, നല്ലതെഴുതാം, ചീത്ത എഴുതാം, അപവാദങ്ങൾ എഴുതാം, ആവലാദികൾ എഴുതാം, എന്ന് വേണ്ട എന്ത് വേണമെങ്കിലും എഴുതാം. അതുപോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം. നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് എഴുതണം എന്ന് നമുക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. അവിടെ നല്ലത് മാത്രമേ എഴുതൂ എന്ന ഉറപ്പാണ് ഏറ്റവും പ്രധാനം. അടുത്തത് പെൻസിലിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. എഴുതുന്ന സമയത്ത് ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ഇറേസർ കൊണ്ട് മായ്ച്ച് ശരിയായിട്ട് മാറ്റി എഴുതാം, അല്ലേ? ആ തെറ്റ് വീണ്ടും എഴുതാതെ ശ്രദ്ധിക്കുകയും ചെയ്യാം. നമ്മുടെ ജീവിതവും അങ്ങനെയാവണം. ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. വീഴുക സ്വാഭാവികമാണ്. തെറ്റുകൾ തിരുത്താതിരിക്കുകയോ വീണെടുത്ത് നിന്ന് എണീക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇനിയുണ്ട്, പെൻസിലിൻ്റെ പുറം ഭാഗം വളരെ സോഫ്റ്റും ഉള്ളിൽ ഹാർഡുമാണ്. നമ്മളും അതുപോലെയാവണം. മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ, ജീവിത രീതികളിൽ എപ്പോഴും നമ്മൾ സോഫ്റ്റ് ആയിരിക്കണം, സിമ്പിളായിരിക്കണം. എന്നാൽ ഉള്ളിൽ ഉറച്ച ആത്മവിശ്വാസവും ഇച്ഛാശക്തിയും ലക്ഷ്യബോധവും നമ്മൾ നിറച്ചു വയ്ക്കണം ഹാർഡായിട്ട്. ഒരു കാര്യം കൂടി പറയാം. പെൻസിലിനെ ഷാർപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാറുള്ളത്? പെൻസിലിനെ ഷാർപ്പനർ ഉപയോഗിച്ചുകൊണ്ട് അതിനെ മിനുക്കിയെടുക്കും, അല്ലേ? അപ്പോൾ ചില ഭാഗങ്ങൾ തീർച്ചയായിട്ടും അടർന്നു പോവുകയും ചെയ്യും. അല്ലാതെ അതിനെ ഷാർപ്പാക്കാൻ ഒരു വഴിയില്ല. അതുപോലെ നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് ഓരോരുത്തരും കൂടുതൽ കൂടുതൽ ഷാർപ്പായി പ്രവേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മെ വശീകരിക്കുന്ന, എന്നാൽ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വിഘാതമായി നിൽക്കുന്ന പലതിനെയും നമ്മൾ ഇതുപോലെ ഒഴിവാക്കേണ്ടി വരും. അരുതാത്ത കാര്യങ്ങളോട് നോ പറയാനുള്ള ചങ്കൂറ്റം നമ്മൾ കാണിക്കേണ്ടി വരും. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. തൽക്കാലം ഇത് മതി, അല്ലേ? ജീവനില്ലാത്തൊരു പെൻസിലിന് പോലും നമ്മുടെ മുന്നിൽ മാതൃകയായിട്ട് നിൽക്കാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ ജീവനുള്ള നമുക്ക്, ബുദ്ധിയും അപാരമായ കഴിവുകളും ഒക്കെയുള്ള നമുക്ക് മറ്റുള്ളവർക്ക് മുന്നിൽ എങ്ങനെയൊക്കെ മാതൃകയാവാം എന്നാണ് എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.